ഇനി ടോപ്പ് ഹെഡ്ലൈൻസ്. ശവ്വാൽ മാസപ്പിറവി ദൃശ്യമായി. കേരളത്തിൽ നാളെ ചെറിയ പെരുന്നാൾ. റംസാൻ 29 പൂർത്തിയാക്കി വിശ്വാസികൾ നാളെ പെരുന്നാൾ ആഘോഷിക്കും. എമ്പുരാൻ സിനിമാ വിവാദങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച മോഹൻലാൽ. വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ചത് അണിയറ പ്രവർത്തകർ ഒറ്റക്കെട്ടായി. മോഹൻലാലിന്റെ FB പോസ്റ്റ് പങ്കുവച്ച് പൃഥ്വിരാജ്. എമ്പുരാന്റെ തിരുത്തിയ പതിപ്പ് വ്യാഴാഴ്ച മുതൽ പ്രദർശിപ്പിക്കും. സിനിമയെ പിന്തുണച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. വിമർശനവുമായി വീണ്ടും RSS മുഖപത്രം. ഇസ്ലാമിക ഭീകരവാദത്തെ സിനിമ വെള്ളപൂശുകയാണെന്ന് ഓർഗനൈസർ. മലപ്പുറം വണ്ടൂരിൽ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് വീടിന്റെ മതിൽ തകർന്നു. ഗേറ്റിനടുത്ത് നിന്ന കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക്. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. യാക്കോബായ സഭാധ്യക്ഷന്മാർ ബസേലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവയ്ക്ക് കൊച്ചിയിൽ ആവേശകരമായ സ്വീകരണം. ആശീർവാദം സ്വീകരിച്ച വഴിനീള വിശ്വാസികൾ. സ്ഥാനാരോഹണ ചടങ്ങുകൾ പുത്തൻകുരിശ് പാത്രിയാർക്ക കത്തീഡ്രലിൽ. അനുമോദന സമ്മേളനം ഗവർണർ ഉദ്ഘാടനം ചെയ്യും. ലഹരി വേരോടെ പിഴുതെറിയുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി. സർക്കാരിനൊപ്പം പൊതുസമൂഹവും ഇടപെടണം. സ്കൂളുകളിൽ അടുത്ത വർഷം സൂംബ ഡാൻസ് കൊണ്ടുവരുന്നത് ആലോചിക്കണമെന്നും മുഖ്യമന്ത്രി. കൊച്ചിയിൽ 2 ഇടങ്ങളിലായി വൻ ലഹരിവേട്ട. എളമക്കരയിൽ 1/2 കിലോ MDMA-യുമായി യുവാവ് പിടിയിൽ. ആലുവയിൽ 47 ഗ്രാം MDMA-യുമായി 53-കാരൻ കസ്റ്റഡിയിൽ. കൊച്ചിയിൽ 2,07,00,000 രൂപ പിടികൂടിയ സംഭവത്തിൽ നിർണായക കണ്ടെത്തൽ. പണം കൊടുത്തുവിട്ടത് കൊച്ചി മാർക്കറ്റ് റോഡിലെ ടെക്സ്റ്റൈൽസ് ഉടമ രാജാ മുഹമ്മദ്. രാജാ മുഹമ്മദിനെ ചോദ്യം ചെയ്യാൻ പോലീസ്. ആർക്കു വേണ്ടിയാണ് പണം കൊണ്ടുവന്നത് എന്നതിൽ വ്യക്തത വരുത്തും. ഓട്ടോ ഡ്രൈവർക്ക് കേസിൽ പങ്കില്ല എന്ന് പോലീസ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള അപേക്ഷ നിരസിച്ച് സർക്കാർ. പുതിയ തസ്തികകളും ഉപകരണങ്ങളും വാങ്ങുന്നത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന് വാദം. സംസ്ഥാനത്തെ ഒരു മെഡിക്കൽ കോളേജിലും സീറ്റ് വർധന പരിഗണനയിലില്ല എന്നും സർക്കാർ. കോതമംഗലത്തെ സ്വകാര്യ ഡെന്റൽ കോളേജിൽ സീറ്റ് വർധനയ്ക്ക് അനുമതി. ഒഡീഷയിൽ ട്രെയിൻ പാളം തെറ്റി 25 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് കാമാഖ്യ എക്സ്പ്രസിന്റെ 11 ബോഗികൾ. യാത്രക്കാരെ ഭുവനേശ്വറിലെത്തിക്കാൻ പ്രത്യേക ട്രെയിൻ സജ്ജമാക്കി റെയിൽവേ. പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായി നരേന്ദ്രമോദി നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത്. സന്ദർശനം ചരിത്രപരമെന്ന് RSS. രാജ്യത്തെ സേവിക്കാൻ RSS പ്രചോദനമെന്ന് മോദി. മ്യാൻമറിലെ ഭൂചലനത്തിൽ മരണം 1600 കടന്നു. 3500 പേർക്ക് പരിക്ക്. കൂടുതൽ പേർ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്ന് 2 വിമാനങ്ങളും കൂടി മ്യാൻമറിൽ.